ഹെബ്രായർ 4:12 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവദിനത്തെക്കുറിച്ച്: വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി മനുഷ്യ മനസ്സിൻ്റെ നിയോഗങ്ങളെയും വിചാരങ്ങളെയും വിവേചിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന്. അതുപോലെ തന്നെ തിരുവചനം 1 തെസ്സലോനിക്ക 5:16, 17, 18 വചനം പറയുന്നുണ്ട്: സന്തോഷമുള്ളവരായിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി പറയണം. ഇതാണ് യേശുക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. പലരും ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, വ്യക്തിപരമായ പ്രാർത്ഥന എന്തൊക്കെയാണെന്ന്. ഞാൻ പറയും, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എവിടെ എങ്ങനെയായിരിക്കുന്നിടത്തെല്ലാം കർത്താവിന് സാക്ഷ്യമാകുന്ന കൃപയുടെ ധാരയാണ്. അത് മറ്റൊന്നുമല്ല, സജീവമായിട്ട് ഈശോയോട് കൂടി സർവ്വതിനും നന്ദി പറയാൻ സാധിക്കുന്ന, എന്തു തന്നെ സംഭവിച്ചാലും ദൈവത്തിന് സ്തോത്രം പറയാൻ സാധിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ധന്യത. ഇതാണ് വിശുദ്ധരിൽ കണ്ടെത്തിയതും കർത്താവ് യേശു നമ്മളെ പഠിപ്പിച്ചതും കർത്താവായിരുന്ന അവസ്ഥയും. ഈ അനുഭവം പറയുമ്പോൾ ഞാൻ ആന്തരിക സൗഖ്യത്തിൻ്റെ ഒരു മേഖലയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു പ്രത്യേക നിർദ്ദേശം ഒരാളെന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചിയെ ഒന്ന് കാണണം, ഒന്ന് ഷെയർ ചെയ്യണം. വലിയ ആളാണ്, ഡോക്ടറാണ്, ഒത്തിരി പഠനമൊക്കെ ഉണ്ട്, ഡോക്ടറിൽ അത്യന്തിതമായ ബിരുദമെടുത്ത വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സുമാണ്. ഞാൻ വളരെയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ വ്യക്തിയെ കാണാൻ പോയി. അന്ന് അവിടെ താമസിച്ചു ഞാൻ. അപ്പോൾ അന്ന് ഇവരെ രണ്ടുപേരെയും മണിക്കൂറുകളെടുത്ത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ ആദ്യം രണ്ടുപേരും ഒന്നിച്ചിരുത്തി ഷെയർ ചെയ്യുക. മക്കളെല്ലാം അവിടെയുണ്ട്. വലിയൊരു ഹോസ്പിറ്റൽ ഇൻചാർജിലാണ് അവരുള്ളത്, സ്വന്തം ആശുപത്രി. ഞാൻ ഓർക്കുകയാണ്, ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ 4 കുഞ്ഞുങ്ങളുണ്ട് ആ വീട്ടിൽ. 4 കുഞ്ഞുങ്ങളിൽ ആദ്യത്തെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞിന് എന്നാ പറ്റിയത്, എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ചേച്ചി നിലവിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഈ കുഞ്ഞുണ്ടായപ്പോഴേ ഞങ്ങൾക്ക് ഡോക്ടർക്ക് ആയതുകൊണ്ട് മനസ്സിലായി. ഏതാണ്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലായത്, ഈ കൊച്ചിന് മംഗോളിയാസിസ് എന്ന രോഗം പിടിപെട്ടിരിക്കുക. എന്നതായിരുന്നു എൻ്റെ കാരണം എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളുടെ മെഡിക്കൽ സയൻസിന് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിടത്തോളം ഒന്നും എനിക്കിത് പിടിയും കിട്ടിയില്ല. ഞാൻ ഉടനെ അവരോട് ചോദിച്ചൊരു കാര്യം, എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെട്ട് ഒരു സംശയം പോലും ചോദിച്ചു, ചേച്ചി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഉടനെയാണോ ഈ കുഞ്ഞ് ഉദരത്തിൽ രൂപം കൊണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, കല്യാണത്തിൻ്റെ ആദ്യമേ തന്നെ ആ ആഴ്ചയിൽ തന്നെ, എൻ്റെ ബോധ്യം ശരിയാണെങ്കിൽ ആ കുഞ്ഞ് വിവാഹ നാളുകളിൽ ഫോം ചെയ്യപ്പെട്ട കുഞ്ഞാണ്. എന്തുവായിരുന്നു ഈ കുഞ്ഞ് നിങ്ങളുടെ കല്യാണത്തിനുണ്ടായൊരു വിഷയം? ഏതെങ്കിലും രണ്ടാമത്തെ എൻ്റെ ചോദ്യം ഇതായിരുന്നു, വിവാഹത്തിന് നിങ്ങൾക്ക് പറ്റിയൊരു വിഷയം എന്താണെന്ന് പറയാമോ? അന്നൊരു ഈ ചേച്ചി പറഞ്ഞു, നല്ല മനോഹരമായൊരു വിവാഹം, എൻ്റെ ഭർത്താവ് വലിയ സമ്പന്നനാണ്, എസ്റ്റേറ്റുകളുണ്ട്, ഞങ്ങൾക്ക് സ്വന്തം ഹോസ്പിറ്റൽസൊക്കെ ആയി. അപ്പോഴാണ് കല്യാണമൊക്കെ നടക്കുന്നത്. ഈ കല്യാണം നടന്ന സമയത്ത് പള്ളിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ, ഒരു കൊച്ച് എൻ്റെ കുപ്പായത്തിന് ചുറ്റും, എൻ്റെ സാരിക്ക് ചുറ്റും നടന്ന് ഈ കൊച്ചിനെ ചുറ്റി നടക്കുകയാണ്. ഇതേ മംഗോളിയസിസ് ഉള്ളൊരു കൊച്ച്. ഈ കൊച്ചെന്നെ ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരു കൊച്ചിനെ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ഈ ചേച്ചിയുടെ മനസ്സിലുണ്ടായിരുന്ന ബോധ്യം. ഇതെന്നെ പിടിവിട്ടില്ല. കൊച്ചിനെ അവരാ കൂട്ടിക്കൊണ്ട് പോയി. പിന്നീട് ഈ വിവാഹത്തിൻ്റെ ദിവസം മുഴുവനും, അന്ന് മുഴുവനും, ആ ആഴ്ചകളിലും, ആ മാസം മുഴുവനും എൻ്റെ കുഞ്ഞ് ഉദരത്തിലുള്ളത് ഞാൻ അറിഞ്ഞില്ല. സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഉദരത്തിൽ കുഞ്ഞ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോഴൊക്കെ എൻ്റെ ഓർമ്മ ആ കൊച്ചിനെ കുറിച്ചാണ്. ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് അങ്ങനത്തെ ഒരു അസ്വസ്ഥതയായി മാറുമോ, ഇങ്ങനെ രോഗമുണ്ടായേക്കാമോ, ഇതായിരുന്നു ചിന്ത. എൻ്റെ ബ്രദറെ, കൊച്ചു പ്രസവിച്ചപ്പോഴാണ്ട് അങ്ങനെ തന്നെ. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. ഇത് സംശയം തോന്നും, അങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുമോ എന്ന്. പഴയ നിയമത്തിൽ യാക്കോബിൻ്റെ പൂർവ്വപിതാവായിരുന്ന യാക്കോബിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. യാക്കോബ് അമ്മായിപ്പൻ്റെ ആടിനെ മേച്ച് നടന്നിരുന്നവനാണ്.
70 വർഷം ആടിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു, എൻ്റെ പിതൃഭവനത്തിലേക്ക് എനിക്ക് പോകണം, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ നോക്കിയിരിപ്പുണ്ട്, എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞതാ, എനിക്ക് പോകണമെന്നുള്ളൊരു ഉൾക്കാഴ്ച സർവശക്തനായ ദൈവം യാവേ എനിക്ക് തരുന്നുണ്ട്, ഞാൻ പോകാൻ പോവുകയാണ്. അന്നേരം പറഞ്ഞു, എനിക്ക് എൻ്റെ 70 കൊല്ലം ഞാൻ ആടിനെ നോക്കിയില്ലേ, അമ്മായിപ്പൻ്റെ ആടിൻ്റെ കൂട്ടമെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമായ ആൾക്കൂട്ടം, ഒരാടിൻ്റെ കൂട്ടം അന്ന് വരെ ആർക്കും ഉണ്ടായിരുന്നിട്ടില്ല. അത്രമാത്രം ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് യാക്കോബ് തൊടുന്നതെല്ലാം മനോഹരമായി മാറ്റപ്പെട്ടു. യാക്കോബ് പറഞ്ഞു, നിൻ്റെ നമ്മുടെ ആട്ടിൻ കൂട്ടത്തിലെ പുള്ളിയും പാണ്ട് പോലെ ആടിനെയൊക്കെ നീ എടുത്തോളാൻ പറഞ്ഞു അമ്മായിയപ്പൻ ലാബാൻ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു, എങ്കിൽ 2 കൊല്ലം എനിക്കിവിടെ ഇവിടിഞ്ഞ് നിൽക്കാൻ നോക്കാൻ പോവാം, 2 അല്ല നിൻ്റെ ജീവിതം മുഴുവനോട് നോക്കിക്കോളാൻ പറഞ്ഞു. യാക്കോബ് ചെയ്തൊരു പണിയുണ്ട്. ആടുകൾ വെള്ളം കുടിക്കാൻ ഉച്ചസമയത്ത് വരുമ്പോൾ ഈ ആടുകൾ വെള്ളം കുടിക്കുന്ന കടവിൻ്റെ നേരെ എതിർവശത്ത് മരത്തിൻ്റെ കമ്പുകൾ വെട്ടി അതിൻ്റെ തോല് പൊളിച്ചു വെച്ച് ഈ കോലിന് മുഴുവൻ ചാരി വെച്ചിരിക്കുക കോലുകൾ. ഇതിൻ്റെ പുറത്തെ തോല് പൊളിച്ച് കഴിഞ്ഞപ്പോൾ കോല് മുഴുവൻ പുള്ളിയും പാണ്ടുവാണ്. ആട്ടുകുഞ്ഞുങ്ങൾ ഇണ ചേരുന്ന സമയം ഈ വെള്ളം കുടിക്കുന്ന നേരത്താണ്. പെൺകുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ആട്ടുകുഞ്ഞുങ്ങൾ വന്ന് ഇണ ചേരും. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളും പെൺകുഞ്ഞും ചെക്കൻകുഞ്ഞും കാണുന്ന മുഴുവൻ ഈ പൊളിച്ചു വെച്ചിരിക്കുന്ന ഈ കോല. യാക്കോബ് പറഞ്ഞത് 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായ കുഞ്ഞുങ്ങൾ മുഴുവൻ പുള്ളിയും പാണ്ടുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഉദരത്തിൽ ഫോം ചെയ്യുന്ന സമയത്ത് അമ്മയുടെ മനോഭാവങ്ങൾ എന്തൊക്കെയാണോ, അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ജീവിതത്തിലുണ്ടായിരുന്നു, അത് മുഴുവൻ ഏതെങ്കിലും പാപത്തിൻ്റെ ബന്ധനങ്ങളിലും സ്വാർത്ഥതകളിലും തിന്മയുടെ സ്വാധീനങ്ങളിലുമുള്ളായിരുന്ന വ്യക്തിയാണെങ്കിൽ, അത് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായിട്ടില്ലെങ്കിൽ, സഭയുടെ നിർദ്ദേശമനുസരിച്ച് പാപമോചനം മേടിക്കാതെയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഫോം ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ, ഒരു സംശയവും വേണ്ട, ഡെഫിനിറ്റ് ആ കുഞ്ഞിന് അമ്മയുടെ ബോധ്യങ്ങൾ മുഴുവൻ കുഞ്ഞിനെ സ്വാധീനിച്ചിരിക്കും. കഴിഞ്ഞ നാളിൽ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിലുള്ള 10 മാസക്കാലവും മുല കുടിക്കുന്ന പ്രായവും മുഴുവൻ അമ്മയുടെ മനസ്സാ കുഞ്ഞ് ഊറ്റി കുടിക്കുന്നതും പാൽ കുടിക്കുന്നതും. അമ്മയുടെ മനസ്സിൽ ആദ്യം കഴിക്കുന്ന അമ്മയുടെ ഭക്ഷണമാണെങ്കിലും ബോധ്യങ്ങളാണെങ്കിലും അത് മുഴുവൻ കുഞ്ഞിന് കിട്ടുന്ന ആ ഒരൊറ്റ സെക്കൻഡിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഹൃദയം തുറന്നൊരു കാര്യം പറയുകയാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളിൽ കാണുന്ന വൈകല്യങ്ങളുടെ കാരണങ്ങൾ മറ്റൊന്നുമല്ല, അവരുടെ ഫോർമേഷനിൽ ഉദരത്തിലായിരുന്ന കാലഘട്ടങ്ങളിൽ അമ്മയ്ക്കുണ്ടായ വൈകാരിക തലങ്ങൾ മുഴുവൻ ഒരു കുഞ്ഞിനെ പൂർണ്ണമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അടിക്കല്ലിൽ നിന്നുകൊണ്ടാണ് ഒരു കെട്ടിടം പണിതു വരുന്നത്. അടിക്കല്ല് കൃത്യമായിട്ട് പാകി ഉറപ്പായിട്ട് കെട്ടി പടുക്കപ്പെട്ടതല്ലെങ്കിൽ ആ കെട്ടിടം ഡെഫിനറ്റായി പൊളിഞ്ഞു വീഴും. ഇത് തന്നെയാണ് ഓരോ കുഞ്ഞിൻ്റെയും കാര്യങ്ങളുള്ള അനുഭവങ്ങൾ. ഏതെങ്കിലും തിക്താനുഭവങ്ങളിൽ രൂപം കൊണ്ട കുഞ്ഞുങ്ങളാണെങ്കിൽ, ഉദരത്തിലായിരുന്ന കാലഘട്ടങ്ങളിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അസ്വസ്ഥതയും വഴക്കും ബഹളവും അസ്വാസ്ഥ്യങ്ങളാണെങ്കിൽ ഡെഫിനിറ്റ് അതിൻ്റെ പൂർണ്ണത ആ കുഞ്ഞ് എല്ലാ തരത്തിലും പ്രശ്നങ്ങളുണ്ടാക്കുക തന്നെ ചെയ്യും. ഈ മേഖലയ്ക്ക് പിന്നെ ഒരു മരുന്നേ ഉള്ളൂ. ആ കുഞ്ഞിനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ, അവളായിരിക്കുന്ന അവസ്ഥയിൽ അപ്പനും അമ്മയും സ്വീകരിച്ച് ജന്മനിമിഷങ്ങളിൽ ഈ കുഞ്ഞിൻ്റെ ജന്മം ഏകപ്പെട്ട നിമിഷങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം ഈശോയോട് കൂടെ കടന്നു ചെന്ന് അപ്പനും അമ്മയും ഒരേപോലെ ദൈവത്തോട് എന്തെല്ലാം അപാകതകളാണെന്ന് എനിക്ക് തങ്ങൾക്ക് പറ്റിയതെന്ന് അവർ പരസ്പരം മാപ്പ് പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് കുഞ്ഞിന് സൗഖ്യം. അതാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ്. വരാനിരിക്കുന്ന കാലങ്ങളിലേക്കും കഴിഞ്ഞ കാലങ്ങളിലേക്കും ഈ നിമിഷവും പോലും കർത്താവിന് ഏത് സമയത്തേക്കും സമയത്തിന് അതീതനായ കർത്താവിന് കടന്നു ചെല്ലാൻ സാധിക്കും. ആ ജന്മനിമിഷങ്ങളെ വിശദീകരിക്കാൻ സാധിക്കും. അതിങ്ങനെ 2 പേര് എൻ്റെ നാമത്തിൽ ഒന്ന് ചേർന്ന് പിതാവിനോട് ചോദിക്കുന്നത്, എൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചേർന്ന് പിതാവിനോട് ചോദിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ല, ലഭിച്ച് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് കൊച്ചിൻ്റെ സൗഖ്യം മേടിച്ചെടുക്കുന്ന സൂത്രം ഇതാണ്. 1000 പ്രാർത്ഥനാലയങ്ങൾ കയറി ഇറങ്ങിയാലും അപ്പനും അമ്മയും ആയിരിക്കേണ്ട അവസ്ഥയിൽ വന്ന തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ ഒന്നായി നിന്നുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സർവ്വ വൈകല്യങ്ങൾക്കും മാറ്റം വരും. ഒരു സംശയവുമില്ല. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം, കാരണവന്മാർ ജോലിയും ഭാരങ്ങളും വ്യവസ്ഥകളും കൊണ്ട് 5ഉം 10ഉം കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങൾ ഒരു വിഷയവുമില്ല. കാരണം സന്ധ്യാസമയത്ത്
അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ 4 മണിക്ക് ഏറ്റിരുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, 2 മണിക്കൂർ. ആ പ്രാർത്ഥനയ്ക്കൊക്കെ എന്നെ ഏൽപ്പിച്ച് കൂടെ ഇരുത്തി അപ്പൻ്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ബാക്കി ചൊല്ലാൻ എന്നെ അനുവദിക്കുമായിരുന്നു ഒത്തിരി കാലങ്ങൾ. അതുകൊണ്ടല്ലേ ഇന്നും എനിക്ക് എൻ്റെ ധ്യാനം കൂടി 37ാമത്തെ വയസ്സിലാണ് ധ്യാനം കൂടിയത്. ആ 4 മണി സമയത്ത് ഉണർന്നുള്ള പ്രാർത്ഥന ഇന്നും ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അന്ന് കിട്ടിയ ബേസ്, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കിട്ടിയ ആ ചുവടട്ട ഉറപ്പിച്ച കല്ലിന് പുറത്ത് കെട്ടിപ്പടുക്കപ്പെട്ട സൗധമാണ് എൻ്റെ ജീവിതം. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നീ പ്രഭാതത്തിൽ ഉണർന്നു വരുന്ന പാട് നീ പ്രാർത്ഥിക്കും, കർത്താവേ യേശുവിൻ്റെ നാമം വിളിക്കും, ഈശോ മറിയൂസേപ്പി വിളിക്കും, പ്രാർത്ഥനാപൂർവം ഏഞ്ചലൂസ് പ്രഭാത പ്രാർത്ഥന ചൊല്ലും, ഒരു ജർമാനിൽ ഒരു യേശുവെങ്കിലും ചൊല്ലും. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ വചനം വായിച്ച് ഇന്ന് കർത്താവ് എന്നോട് എന്ത് സംസാരിക്കുന്നുവെന്ന് ഞാൻ കേൾക്കും. വചനം ദൈവമാണ്, ദൈവം വചനത്തോടെ എന്നോട് സംസാരിക്കുക. അത് കേട്ട് ആ വചനം മനസ്സിൽ ധ്യാനിക്കും. അത് കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോകും. ദീപലിയിൽ പങ്കുകൊണ്ട ശേഷമാണ് എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ നടക്കുക. പിന്നെ എനിക്ക് ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. ഒരു ദിവസത്തിൻ്റെ ബാക്കി 10-15 മണിക്കൂർ എനിക്ക് വേല ചെയ്യാൻ. 1-ാം മണിക്കൂർ രാവിലത്തേത് അത് കർത്താവിന് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കുന്ന കുടുംബത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അസ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾ വിസിറ്റേഷന് നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ രോഗമോ അസ്വസ്ഥതയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് മലയാറ്റൂരോ ഭരണങ്ങാനമോ എവിടെ വേണേലും പൊയ്ക്കുമോ, എന്ത് പ്രാർത്ഥന വേണം നടത്തിക്കോ, ഒരു കുഴപ്പവുമില്ല. ആദ്യം ഞാൻ നന്നാകണം. ഞാൻ ശരിയായിട്ട് വേണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. തെറ്റുപറ്റിയിട്ടുണ്ടാകും. പറ്റിയ തെറ്റുകളെക്കുറിച്ച് അനുദപിച്ച് ദൈവത്തിനു മാപ്പ് പറഞ്ഞുകൊണ്ട്, ഒരു ക്രിസ്ത്യാനി കുഞ്ഞാണെങ്കിൽ നീ ദൈവത്തിനു മുമ്പിൽ സഭയുടെ നിർദ്ദേശമനുസരിച്ചുള്ള പാപമോചനം സ്വീകരിച്ച് ദിവ്യബലിയിൽ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവ് എൻ്റെ കുഞ്ഞിൻ്റെ ജന്മനിമിഷങ്ങളിലേക്ക് കടന്നു ചെന്ന് കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ എന്ത് രോഗവും എന്ത് അസ്വസ്ഥതയും മാറിക്കിട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടാകണം. പ്രാർത്ഥിച്ചിരിക്കണം. കർത്താവിൻ്റെ നാമം വിളിക്കണം. അമ്മയുടെ മധ്യസ്ഥം ചോദിക്കണം. പരിശുദ്ധ അമ്മയോട് ചോദിക്കണം. ജപമാലയല്ലാത്തൊരു ദിവസം എനിക്കുണ്ടാകരുത്. ഈ അനുഭവത്തിൻ്റെ ധന്യതയിൽ ആന്തരിക സൗഖ്യം മേടിച്ചെടുക്കുന്നൊരു കൃപയിലേക്ക് ഞാൻ വളരണം. ഇതാണ് ആന്തരിക സൗഖ്യത്തിൻ്റെ വിഷയം. മാതാവ് ഏത് നിമിഷത്തിലേക്ക് അമ്മയോട് നമുക്ക് ചോദിക്കാം. ഈശോയോട് പറയാം, എൻ്റെ ജന്മനിമിഷങ്ങളിലേക്ക് കടന്നു ചെന്ന് സൗഖ്യം നൽകി വേദനപ്പെട്ട നിമിഷങ്ങളെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെയാണ് എനിക്ക് കൃപ ലഭിക്കുക. ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരോട് പറഞ്ഞുവെങ്കിലും ആ കാരണവന്മാരത് ഉൾക്കൊണ്ടില്ല. ഇതാണ് വിഷയം. ആ രോഗമുള്ള കുഞ്ഞിനെ അവരെവിടെയോ കൊണ്ട് ഏൽപ്പിക്കാൻ പോവുക. കൊച്ചിനെ ഞങ്ങൾക്ക് വേണ്ട. അപ്പൻ പറയുന്നുണ്ട്, കൊച്ചിനെ നമുക്ക് വിടണ്ട, നമുക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, കൊച്ചു ജീവിതകാലം മുഴുവൻ ഇവിടെ നിന്നുകൊള്ളിട്ട് നമ്മളോടൊപ്പം നിൽക്കണം, അത് നമ്മുടെ കുഞ്ഞാ. അമ്മ പറയുന്നു അതിനെക്കൊണ്ട് പോറ്റാൻ പറ്റത്തില്ല, എവിടെയാന്ന് കൊണ്ട് വിട്ടേക്കാൻ. ഈ തകരാറ് എന്നതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടും അവരിത്രയും വിദ്യാഭ്യാസവും വിവരവുമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ഇതിനു മുമ്പ് ഈ കാര്യങ്ങളെ മറഞ്ഞു കിടക്കുകയായിരുന്നു അവർ പറഞ്ഞത്. എനിക്കിങ്ങനെ ഒരു ഓർമ്മ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്. അന്ന് സാരിക്ക് ചുറ്റി എന്നെ ചുറ്റിപ്പിടിച്ച് നടന്ന കൊച്ചിൻ്റെ കാര്യം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്നത് കുറച്ചു കാലം ഓർമ്മയുണ്ടായിരുന്നു, വിട്ടുപോയി. ഈ കുഞ്ഞിങ്ങനെ കണ്ടപ്പോൾ അതുകൊണ്ടാണല്ലോ എന്നൊരു ചിന്ത എനിക്ക് പോയില്ല. കാര്യങ്ങൾ അറിഞ്ഞ് ബോധ്യപ്പെട്ട് കർത്താവിന് സമർപ്പിച്ച് ആ മേഖലയെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത്. ഉദരത്തിലായിരുന്ന കാലഘട്ടങ്ങളിലും ഒരു 2-3 വയസ്സൊരു കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അമ്മയുടെ മനസ്സ് എവിടെയായിരുന്നു? പിതാവിൻ്റെ മനസ്സ് ഒരു കുഞ്ഞിന് കിട്ടുന്നത് ഓൺലി അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ, ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന നിമിഷമാണ്. ബാക്കി ടച്ചിങ്ങിലും ഒക്കെ ഉണ്ട്, ഇല്ലെന്നില്ല. ചുരുങ്ങിയ കുറച്ച് വളരെ ലൈറ്റായിട്ട് അമ്മയുടെ മനസ്സ് മുഴുവൻ ആ കുഞ്ഞിന് കിട്ടുന്നതെങ്കിൽ അമ്മ എത്രമാത്രം പ്യുവർ, പരിശുദ്ധമായിരിക്കണം, വിശുദ്ധിയിലായിരിക്കണം, പ്രാർത്ഥനാപൂർവമായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുക. ഒരു ഡേറ്റ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇന്നും ആ കൊച്ച് അങ്ങനെ തന്നെയാണ്. എന്നെ അവർ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു കൊടുത്തത് അവരെന്നെ ഉൾക്കൊണ്ടില്ല. ഭർത്താവ് പറഞ്ഞു, എന്തു പറഞ്ഞാലും മനസ്സിലാകില്ല. ആ മനുഷ്യൻ വേദന കൊണ്ട് ചങ്കുപൊട്ടി മരിച്ചുപോയി. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുകയാണ്, ഇത്തരം അനുഭവങ്ങളുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. വളരെയേറെ ഈ മേഖലകൾക്കൊക്കെ തീരുമാനമുണ്ടാക്കുന്നത് കർത്താവ് എന്നോട് കൂടിയുണ്ടെങ്കിൽ എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. നിങ്ങൾ എന്നോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ലോകത്തിൽ നിങ്ങളെ ഞാൻ അയക്കുക. ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പഠിപ്പിച്ചത് ലോകത്തിന് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ ജീവിതമാണ് അത് കൊടുക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയാണ് അത് കൊടുക്കുന്നത്, നിങ്ങളുടെ സംസാരമാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ ജോലിയിലാണ് അത് കൊടുക്കുന്നത്. ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രാർത്ഥനാപൂർവം ജീവിതം മുമ്പോട്ട് പോകാൻ
ഇത് കൂടുതൽ വേറെ ഒരനുഭവം ആവശ്യമില്ല. ഒന്ന് അംഗീകരിക്കുക, സ്വയം അംഗീകരിക്കുക. കർത്താവ് വന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് തെറ്റുകളെ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, എല്ലാ അസ്വസ്ഥകളും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇതുപോലെ ഞാനും പറയണം. എൻ്റെ കൂട്ടുകാരിയുടെ, എൻ്റെ മക്കളുടെ കുറവുകളെ കണ്ട് ആ മേഖലകൾക്ക് കർത്താവ് അവരോട് കണക്ക് ചോദിക്കരുത്, എന്നോട് ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്യണം. പരിഹാരം എന്ന് പറയുന്നത് വേറൊന്നും ചെയ്യണ്ട. അനുദിന ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും തിരസ്കരണങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാൻ അർപ്പിച്ചുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ച് ഈശോയുടെ തിരക്തത്താൽ കഴുകി വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് മനസ്സിന് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണ്. ഈ കൃപയുടെ ആഴങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും ഇനിയും എന്നും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ഏതാനും സമയങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഇതിൻ്റെ അവനവൻ്റെ ജീവിതത്തിലുള്ള തീരുമാനങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഡിഫക്ട്സ് ഉണ്ടെങ്കിലും എനിക്കറിയാം. ഈ കുഞ്ഞിൻ്റെ ജന്മനിമിഷങ്ങളിൽ അന്ന് ഞങ്ങൾ എവിടെയും എങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന് ചിന്തിച്ചാൽ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മേലേക്ക് സൗഖ്യം മേടിച്ചെടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ദൈവത്തിൻ്റെ ആ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥനാനുഭവത്തിൽ വളരും. ഒരു സംശയവും വേണ്ട. എനിക്ക് 4 കുഞ്ഞുങ്ങളുടെ 4 പേരും കുർബാന കാണാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. നൈറ്റ് ഡ്യൂട്ടി, ഫുൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു കൊച്ചു വന്നിട്ട് വീട്ടിൽ വന്ന അന്നേരം ഒന്ന് ഫ്രഷായി കുളിച്ച് ഫ്രഷായ ശേഷം ഡ്രസ്സ് മാറി ഉടനെ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ പോയി അവിടെ സാക്രിസ്റ്റായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യും. കുർബാന കൊണ്ടു കൊടുക്കാനുണ്ടെ കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞ് വന്ന് പറ്റുന്ന രീതിയിൽ കർത്താവ് അനുവദിച്ച എല്ലാ നന്മകളും ചെയ്ത ശേഷം അവൾ ഭക്ഷണം എടുത്ത് കഴിച്ച് കിടന്നുറങ്ങും. പ്രിയപ്പെട്ടവരെ, കുർബാനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് ഈശോയെ സ്വീകരിക്കണം. ആത്മാവിൽ നിറയണം. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത വേണം. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണെന്ന്. ശിശുക്കളുടെ മനോഭാവം എന്തുവാ? അത് കുഞ്ഞുങ്ങളാണ്. കുറ്റവും കുറവുമില്ല, കരഞ്ഞടിച്ച് കഴിയുമ്പോൾ ചിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നിഷ്കളങ്കത ഇത് നമുക്ക് എനിക്കും നിനക്കും വേണം. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. സ്വർഗരാജ്യം എന്നാണെന്ന് കർത്താവ് പറഞ്ഞു. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ആത്മാവിൽ സന്തോഷിക്കുന്ന തനിമയായിട്ട് ഞാൻ മാറണം. ഇവിടെ ദൈവത്തിന് കൃപയുണ്ടാകും. സർവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട 10 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ.